നമസ്കാരം. മലങ്കര സഭയിലെ ഇരുകക്ഷികളും ഒരേ സഭയിലെ ഒരേ വിശ്വാസാചാരങ്ങൾ ഉള്ളവരാണെന്നും സഭാ വിഭജനവാദം തെറ്റാണെന്നും കക്ഷി നേതാക്കൾക്ക് തിട്ടമാണ്. വിവാഹ ബന്ധത്തിന് കുഴപ്പമൊന്നുമില്ല, ആരുടെ പണവും നല്ലതാണ്. എന്നാൽ കുറെ ആളുകളെ അടിമകളെ പോലെ എന്നും തങ്ങളുടെ ചൊൽപ്പടിയിലാക്കാൻ കക്ഷി വൈരം ആ ചന്ദ്രതാരം നിലനിർത്തണം. പാവപ്പെട്ട എഴുത്തും വായനയും വേണ്ടത്ര ഇല്ലാത്ത ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ നേടാനാണ് കഴമ്പില്ലാത്ത കക്ഷിത്വം എന്ന യക്ഷിയെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. കക്ഷിത്വ വിഷവിത്തു വിതച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നവരും മേൽപ്പെട്ട വേഷം ലഭിക്കുന്നവരുമാണ് വിഘടിത വിഭാഗം എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. ചിലർ സ്നേഹം നടിച്ച് സ്വത്തുക്കൾ തട്ടിയെടുത്തു. ചില വിദേശ സഭകളിലെ പൂച്ച സന്യാസികൾക്ക് സ്വർണവടിയും സ്വർണ കുരിശുകളും പവനും നൽകി. സഭയുടെ സമ്പദ്ഘടനയുടെ ഒരു കല്ലിനെ പോലും ഇളക്കാൻ സമ്പത്ത് മോഷ്ടാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മലങ്കര സഭയുടെ ഉറക്കമില്ലാത്ത ഉണർവുള്ള കാവൽക്കാരൻ ദൈവവും മാർത്തോമാ ശ്ലീഹായുമാണെന്ന് ഊണിലും ഉറക്കത്തിലും വിശ്വസിക്കുന്നവരാണ് മലങ്കര മക്കൾ. വട്ടശ്ശേരിൽ തിരുമേനിയെ വെട്ടിവീഴ്ത്തണമെന്ന് ആഗ്രഹിച്ച് മുടക്കാൻ ചൂട്ടുപിടിച്ചു കൊടുത്ത അന്നത്തെ സഭാസ്ഥാനികൾ പൊതുസഭാ ജീവിത മേഖലകളിൽ പ്രശസ്തരും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ളവരുമാണ്. മലങ്കര മെത്രാപ്പൊലീത്തയെ പഴയ സെമിനാരിയിൽ നിന്ന് ഇറക്കിവിട്ട് സെമിനാരി കൈവശപ്പെടുത്തുവാനാണ് മുടക്കെന്ന വാൾ പ്രയോഗിക്കാൻ പാത്രിയാർക്കീസിനെ പ്രേരിപ്പിച്ചത്. മുടക്കുകൽപ്പനയോടൊപ്പം 14 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു അപേക്ഷ സർക്കാരിന് കൊടുത്താൽ വടി, മുടി, സ്ലീബ എന്നിവ വച്ചൊഴിഞ്ഞു പോകാൻ ഉത്തരവ് ലഭിക്കുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു. നിയമത്തിന്റെ ബാലപാഠങ്ങൾ പോലും പഠിക്കാതിരുന്ന മല്ലാനും കുര്യനും കുഴഞ്ഞുപോയി. ഇതാണ് ഇന്നത്തെ അവസ്ഥ. നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിധിയെക്കുറിച്ച് അടിസ്ഥാന വിവരം പോലും ഇല്ലാതെ വിഡ്ഢികളായി നടന്ന് പരസ്പര അകൽച്ചയിലേക്ക് ആണ്ടുപോകുന്ന പൈശാചിക പ്രവൃത്തി ഉപേക്ഷിക്കേണ്ട സമയം ഏറെ അതിക്രമിച്ചിരിക്കുന്നു. നിയമവിരുദ്ധ നിലപാടും അന്ധമായ ഓർത്തഡോക്സ് സഭാ വിരോധവും കേരള സഭയുടെ വിനാശത്തിന് കളമൊരുക്കും. അതിന് അന്ത്യം കുറിക്കാൻ ഈ കാലഘട്ടം ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കണം.